തിളച്ചാ? ഇല്ല അമ്മ, കുറച്ചുകൂടി തിളയ്ക്കണം. അമ്മ എനിക്ക് രസം ഉണ്ടാക്കാൻ ഒന്ന് പഠിക്കണം. അല്ല, ഇത് പഠിക്കാൻ തോന്നിരിക്കുന്നു രസം ഉണ്ടാക്കാൻ. അതല്ല അമ്മ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യമേ രസം ഉണ്ടാക്കിയപ്പോ പച്ച വെള്ളം പോലെ ഇരിക്കുന്നു പറഞ്ഞിട്ട് അച്ഛൻ എന്നെ കളിയാക്കി. നീ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ള സാധനമല്ലേ രസം. എത്ര രീതിയിൽ രസം ഉണ്ടാക്കാം, 50 രീതിയിൽ ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കിയാലും സ്വാദാണ്. പക്ഷെ എടുക്കുന്ന സാധനങ്ങളൊക്കെ മനസ്സറിഞ്ഞും കൈ അറിഞ്ഞൊക്കെ എടുക്കണം, അത്രേ ഉള്ളൂ. എന്നാലേ എന്നെ ഒന്ന് പഠിപ്പിച്ചു തരുമോ? പഠിപ്പിച്ചു തരാലോ. ഇന്ന് രസം ഉണ്ടാക്കാം, അപ്പൊ നമുക്ക് പഠിക്കുകയും ചെയ്യാം. ഉണ്ടാകാം. ഓ തിളച്ചു വരുന്നുണ്ട്. ഓഫ് ചെയ്യട്ടാ? ഓ ഇനി അത് കടുക് വറുത്തിട്ടാ മതി അതിനകത്ത്. ഓ ഓഫ് ചെയ്യണോ? ഓഫ് ചെയ്. ഓക്കെ. ചില കറികളെ ഒരുപാട് തിളപ്പിച്ചാൽ കൊള്ളൂല. ഇതെന്തിനമ്മ കട്ട് ചെയ്യുന്ന നൈസായിട്ട്? മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ. ഉള്ളിയും കൂടെ മുറിച്ചിട്ടേ മുളക് പൊടി മഞ്ഞപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നമുക്ക് എണ്ണത്തിന് ഭയങ്കര ഇഷ്ടമല്ലേ? പിന്നല്ല, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളാണെങ്കിലേ ഭയങ്കര പഠിത്തം. അവിടെ ഇരുന്ന് പഠിച്ചോണ്ടിരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. നല്ല ഇൻട്രസ്റ്റ് കേട്ടോ ഇപ്പൊ പഠിക്കാനായിട്ട്. കുറേ സമയമൊക്കെ ഇരുന്ന് പഠിച്ച് എനിക്ക് നമുക്കൊരു ബോധോദയമൊക്കെ വന്നു കഴിഞ്ഞു. ഓരോരോ സമയം മൂടാണ് അവക്ക്. മാർക്ക് കിട്ടുമ്പോ അറിയാം. അതെന്തറിയാം അങ്ങനെ പറഞ്ഞ നന്നായിട്ട് പഠിച്ചാ നമുക്ക് മാർക്ക് കിട്ടും. ചില സമയത്ത് അവള് ഒഴിപ്പിക്കളെ, അതാണ് പ്രശ്നം. ഞാനേ ഒന്ന് പോയി നോക്കട്ടെ. പോയി നോക്ക്. ശല്യപ്പെടുത്താനാണെങ്കിൽ അടി ഉണ്ടാക്കരുത്. ശല്യം ഒന്നും എടുത്തില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാലോ. പഠിക്കുകയാണോ അവിടെ വേറെ എന്തെങ്കിലും ആണോ? ഓ CID പണിക്കായിരിക്കും. ഇതാടി നിന്റെ പഠിത്തം. പഠിക്കുന്നുണ്ട് ഇവിടെ കിടന്ന് ഉറങ്ങുന്ന പിങ്കി, എണീക്കടി. എന്തുവാടി ഇത്? ഇങ്ങനെയാണടി നീ പഠിക്കണേ? ഇനി വയ്യേച്ചി, കുറച്ചേരം ഒന്ന് കിടക്കട്ടെ. എടി കളി, നിന്റെ ഈ അഭിനയൊക്കെ എനിക്ക് അറിയാം. ഓരോന്ന് കള്ളത്തിനെ പറയാനായിട്ട്. എണീര്, നിനക്ക് ഒരു അസുഖവും ഇല്ല. എണീക്ക്. എടി എനിക്ക് ഭയങ്കര വയറുവേദന. എടി വയ്യ. വയറുവേദന നിനക്ക്? എടി ചെറിയൊരു ഉറുമ്പ് അടിച്ചാ നീ ഇവിടെ ഉള്ള എല്ലാരും അറിയിക്കുമല്ലോ. എടി വയറുവേദനയായിട്ട് നീ ഇങ്ങനെ കിടക്കോ? ചുമ്മാ ഓരോന്ന് കള്ളത്തം പറയാൻ എണീക്കാൻ നോക്ക്. എടി കള്ളല്ലടി, സത്യം. വയറ് വയ്യ എനിക്ക്. എടി അതിന് നിന്റെ പീരീഡ്സിന്റെ സമയമൊക്കെ കഴിഞ്ഞല്ലോ, പിന്നെ നിനക്ക് എന്താ പ്രശ്നം? എനിക്ക് അറിഞ്ഞൂടി. ചുമ്മാ ഓരോന്ന്. നീ ഒന്ന് എണീറ്റേ, വന്നിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ. ഒരുപാട് തുണിയൊക്കെ അലക്കാനുണ്ട്. വാ, പണി എടുക്കാതിരിക്കാനല്ലേടി നിന്റെ ഈ അടവ്. കുറച്ചേരം കിടക്കട്ടെ. ഒട്ടും വയ്യ എനിക്ക്. നീ അഭിനയിക്കല്ലേ? എടി എടി കളി. അയ്യോ, നല്ല പനിയുണ്ടല്ലോ നിനക്ക്. കൊട്ടും വയ്യേ? ഒട്ടും വയ്യേച്ചി. ഞാൻ പഠിച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് പെട്ടെന്ന് കൊളുത്തി പിടിക്കുന്ന ഒരു വേദന വന്ന് അങ്ങനെ ഞാൻ കിടന്നതാണ്. എനിക്ക് ഇരിക്കാനോ നിൽക്കാനോ ഒന്നിനും വയ്യ. ദൈവമേ, ഇത് എനിക്ക് തോന്നേ ലക്ഷണം കണ്ടിട്ട് അപ്പൻഡിക്സ് ആണെന്നാണ് തോന്നുന്നത്. എനിക്കറിയണം എന്തുവാണോ എന്തോ. നീ ഒരു കാര്യം ചെയ്യ്, കിടന്നോ. ഞാൻ അച്ഛനും അമ്മയെ വിളിച്ചോണ്ട് വരാം. മണി, നിനക്ക് പഴയ രഘുമാർ സാർ അറിഞ്ഞൂലേ? രഘുമാർ സാർ ഇപ്പം മലയങ്കിഴി ബ്രാഞ്ചിലാണ്. ഞാൻ രാംകുമാർ സാറും കൂടെ പോയിട്ട് കണ്ടായിരുന്നു. കാണാൻ വേണ്ടി പോയി അവിടെ വരെ. ഞങ്ങൾ അത് വീഴുമ്പോ സാറ് പറഞ്ഞു നോക്കിയാൽ കാണാന്ന് പറഞ്ഞിട്ട്. പിന്നെ മണി, വേറൊരു കാര്യം, മലയങ്കിഴി ബ്രാഞ്ചില് ഒരു കമുക്, ഒരു വെറൈറ്റി സാധനം. കമുകിൽ അതിന്റെ പാക്കുണ്ടല്ലോ, ഒരു പിങ്ക് കളർ. പിങ്ക് കളറിലെ പാക്ക നിറയെ കാച്ചു നിൽക്കുന്നു കോലയായിട്ട്, പക്ഷെ പിങ്ക് കളർ. സത്യം? ശരിക്കും? അതല്ലേ ഞാൻ പറഞ്ഞ വെറൈറ്റി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം കാണുന്നത്. ആണോ? ഇന്നലെ അതിന്റെ തൈ കിട്ടുമെന്നൊന്ന് ചോദിച്ചുകൂടായിരുന്നു അപ്പൊ തന്നെ? കിട്ടൂല. അത് കാര്യം അറിയുമോ? സെക്യൂരിറ്റി ഞാൻ പറയുമ്പോ അയാൾ പറഞ്ഞു, അയാൾ പരിചയമുള്ള ആളെ തന്നെ. അങ്ങേര് പറഞ്ഞു അത് ഇമ്പോർട്ട് ചെയ്തായിട്ടാണ്. ഇമ്പോർട്ട് ചെയ്തായിട്ടോ? ഇമ്പോർട്ട് ചെയ്തായിട്ടാണെങ്കിലേ നമ്മുടെ നാട്ടിൽ പിടിച്ചു കിട്ടാൻ പണിയാണ്. നമ്മുടെ മണ്ണും ശരിയാവില്ല, ക്ലൈമറ്റും ശരിയാവില്ല. ഒരുപാട് കെയർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു വരുമായിരിക്കും. കാര്യം ചെയ്യാം. സൂപ്പർ സംഭവം. എന്നറിയുമോ, വലിയ ഹൈറ്റ് ഒന്നും ഇല്ല, പക്ഷെ ഇങ്ങനെ ഇറങ്ങി പിടിച്ച് നിൽക്കുന്നു. നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കിയാലോ എവിടെങ്കിലും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രാജിയുടെ നഴ്സറി ഒന്ന് ട്രൈ ചെയ്താലോ? അവിടെ അഥവാ ഇല്ലെങ്കിലും ഒപ്പിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ചെടി പറഞ്ഞാലും കിട്ടും. നമുക്ക് നോക്കാം. അമ്മ, നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്ന? ഞാൻ എവിടെയൊക്കെ നോക്കിന്നറിയോ? നീ എവിടെയെങ്കിലും തപ്പിട്ട് വല്ല കാര്യമുണ്ടോ വേണ്ട? ഞങ്ങൾ ഇരിക്കേണ്ടത് നോക്കണ്ടേ? കോമഡി പറയാതെ ഒന്ന് പോ അമ്മ അവിടുന്ന്. അവിടെ പിങ്കിക്ക് ഒട്ടും വയ്യ. നല്ല പനിയും വയറുവേദനയും. പെട്ടെന്ന് വയറുവേദന
എനിക്ക് തോന്നുന്നതേ അപ്പൻഡിക്സിന്റെ തുടക്കമാണെന്നാ തോന്നുന്ന ലക്ഷണം കണ്ടിട്ട്. അയ്യോ അത് ഇത്തിരി സീരിയസ്. മണി വാ. വാ ഇങ്ങോട്ട്. ശ്ശോ. മോളെ പിങ്കി, മോളെ കണ്ടോ? എന്ത് മോളെ? വയ്യ അച്ഛാ, എന്ത് പറ്റി? കൊളുത്തി പിടിക്കുന്ന വേദന എനിക്ക്. കൊറേ നേരമായി തുടങ്ങിയിട്ട്. കുറച്ചു നേരമായി. ഞാൻ പറഞ്ഞില്ലേ ഇത് അപ്പൻഡിക്സിന്റെ തുടക്കമാണെന്ന്. പറയുന്നു നീ ഇങ്ങനെ തീരുമാനിക്കില്ലേ? മണി ഒരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റൽ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ നീ റെഡിയാവോ? റെഡി ആവാനൊന്നുമില്ല. റെഡി തന്നെ. വിളിച്ചോ, വണ്ടി വിളിച്ചോ. മോളെ വിഷമിക്കണ്ട കേട്ടോ. ഇപ്പൊ നമുക്ക് ഡോക്ടറിന് പോവാം. ഞാൻ വണ്ടി പിടിച്ചിട്ട് വരാം. നീ അവളെ എഴുതി അമ്മ അവക്ക് കൊളുത്തി പിടിക്കുന്ന പറയണേ. എന്നെ ചിരിക്കാൻ നോക്കി നോക്ക്. എനിക്ക് പറ്റില്ല അമ്മ. കുഴപ്പമില്ല, ചെറുതായിട്ടൊന്ന് ശ്രമിച്ചു നോക്ക് മക്കളെ. ശ്രമിച്ചു നോക്ക്. വാ ഞാൻ പിടിക്കാം. എണീച്ചു നോക്ക്, എണീച്ചു. ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. അമ്മ ഹെൽപ്പ് ചെയ്യാം. വാ, കാലെടുത്ത് വെച്ചിട്ടമ്മ എണീച്ചല്ലേ പറ്റുള്ളൂ. നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ? നല്ല ചൂടുണ്ട് കേട്ടോ. അതെ വണ്ടി വന്നോ ഞാൻ നോക്കിട്ട് വരാം. വരാവേ. ഇവിടെ ഇടി വേദന. വല്ലതും കഴിച്ചതിന്റെ ദേനക്കേടുള്ളതായിരിക്കും ഇനി. എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും വരും. ഇൻഡൈജഷൻ ആണെങ്കിലും പനിയും വരും. മേടിക്കല്ലേ കേട്ടോ. നീ മുമ്പേ വാമണി, നീ വണ്ടി കയറി. ഇല്ല വിഷമിക്കണ്ട മോളെ. അമ്മ ഞാനേ വാതിൽ അടച്ചിട്ട് വരാവേ. നീ ഇവിടെ നിന്നാ മതി, വീട്ടിൽ ആരും ഇല്ലല്ലോ. പക്ഷെ ഞാൻ വരണ്ടേ? വേണ്ട. എന്തെങ്കിലും സർജറി വല്ലതും വേണോ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആള് വേണ്ടേ? അത് കുഴപ്പമില്ല, ആവശ്യമുണ്ടെങ്കിൽ മോളെ ഞങ്ങൾ അവിടെ ചെല്ലട്ടെ, എന്നിട്ട് അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിന്നെ വിളിച്ചു പറയാം. നീ ഒരു വണ്ടി പിടിച്ചു വന്നാൽ മതി. വിളിക്കാലോ. നീ അകത്തെറിയിരി. ബൈ, പോകാം കേട്ടോ. അകത്തെറിയിരി. നീ ചെറുതിക്ക് വിളിക്കാം. ബാക്കിൽ കഥ അവക്ക് നല്ല പെയിൻ ഉണ്ട് നോക്ക്. ഓക്കെ ഓക്കെ, നീ വിഷമിക്കണ്ട. പോവാം പോവാം. വിളിക്കാം കേട്ടോ അമ്മ. ഹലോ അച്ഛാ. അച്ഛാ എന്തായി? സ്കാൻ റിപ്പോർട്ട് കിട്ടിയോ? അപ്പൻഡിക്സ് അല്ലേ? ഓ ഭാഗ്യം. പിന്നെന്താണ് പ്രശ്നം? യൂറിനറി ഇൻഫെക്ഷനാ? അതിനിങ്ങനെ വരും ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല അഡ്മിറ്റ് ആക്കണോന്നല്ല പറഞ്ഞോ? വേണ്ടേ? എത്താറായോ? ശരി അച്ഛാ. ഓക്കെ ഓക്കെ. എന്റെ ഫ്രണ്ട് റിയക്ക് ഇതുപോലെ വേദന വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് നിലവിളിയായിരുന്നു അവളോടന്ന്. ഈ പെണ്ണാണെങ്കിൽ വെള്ളവും കുടിക്കൂല. ഇങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കാം. പതുക്കെ ഇറങ്ങ മോളെ, സൂക്ഷിച്ചിറങ്ങ. പേടിക്കൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അവള് പിടിച്ചോ. ഇവിടെ ഇരിക്കി. അല്ല കുപ്പി അവിടെ ഇരുത്തോളെ. ഇരിക്കി. വെള്ളം വേണോടി? ഓക്കെ. വെള്ളം കുടി. കുറച്ച് വെള്ളം കുടി. കുടിക്കൂ കുടിക്കൂ കുടിക്കൂ. വെള്ളവും കുടിക്കൂല. ചെറിയൊരു വേദന വന്നപ്പോഴേ അവള് തളർന്നുപോയി. നല്ല ബുദ്ധിമുട്ടുള്ളതാണ്, അല്ലെങ്കിൽ തന്നെ പറഞ്ഞാൽ മനസ്സിലാവൂല നമുക്ക് ആ വേദന. അവളല്ലേ അനുഭവിക്കണേ. ഇനി അവിടെ നിന്ന് റെസ്റ്റ് എടുക്കാം. അവിടെ പോയി കേടാ. നിനക്ക് നല്ല പെയിൻ ഉണ്ടോ? ഇപ്പൊ കുറവുണ്ട്. കുറവുണ്ടോ? മക്കളെ നല്ലോണം വെള്ളം കുടിച്ചാലേ ഇത് മാറുള്ളൂ. മരുന്ന് കൃത്യമായ സമയത്ത് കഴിച്ചു തീർക്കണം കേട്ടാ. ഇന്ന് രാത്രിത്തേക്ക് മുന്നേ ഈ മരുന്നില് വെള്ളത്തില് മരുന്ന് ഒഴിച്ച് കുടിച്ചു തീർക്കണം കേട്ടാ. അല്ലാം വെച്ച് വേണമെങ്കിൽ ചെയ്തോ. നിനക്ക് മര്യാദക്ക് വെള്ളം കുടിച്ചൂടേടി. വെള്ളം കുടിക്കാതെ ഒന്നുകൊണ്ടല്ലേ ഇങ്ങനെ വന്നേ? വെള്ളം കുടിക്കാതിരുന്നാൽ മാത്രമല്ല മക്കളെ, വേർത്താലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടും വരും. അതെ, പുറത്ത് പോകുമ്പോൾ ബാർലി വാങ്ങിച്ചോണ്ട് വരണം. അതേപോലെ ഇത്തിരി കരിമ്പിന്റെ ജ്യൂസ് വീട്ടിലും കിട്ടുവാണെങ്കിലേ അതും കുപ്പിയിൽ വാങ്ങിച്ചോണ്ട് വളരെ നല്ലതാണ്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ ഉറങ്ങിപ്പോയത് മറന്നു പോയത് കുടിക്കാൻ. എടി നിന്റെ ഹെൽത്ത് ആണ്, അതുകൊണ്ട് തന്നെ നീ അലാറം വെച്ചിട്ട് നീ തന്നെ കുടിക്കണം. പെയിൻ വന്നാലേ ഞങ്ങൾ ആരും അല്ല വേദന അനുഭവിക്കുന്നത്, നീ തന്നെയാണ്. അത് മനസ്സിലാക്കുക. വേദനയോ? സത്യമായി കുഞ്ഞുണ്ടല്ലോ, ഇവൾക്ക് സാധാരണ ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയല്ലേ.
ഇത് വേദന സഹിക്കാൻ വയ്യാതെ അവൾ അനങ്ങാതെ കിടന്ന് ഇഞ്ചക്ഷൻ കൊണ്ടു. ഇഞ്ചക്ഷന്റെ വേദന അവള് കൊണ്ടു. അത് കണ്ടപ്പോ സത്യം പറഞ്ഞ മണി എനിക്ക് സങ്കടമായി പോയി. ഭയങ്കര പെയിൻ ആണ്. എന്റെ ഫ്രണ്ടിന് ഇതുപോലെ വന്നിട്ടുണ്ട്. അതോ 2-3 പ്രാവശ്യം ഇവിടെ കുത്തി വെയിൻ കിട്ടാഞ്ഞിട്ട്. കുഞ്ഞിന്റെ മരുന്ന് മര്യാദക്ക് കഴിച്ച് ഇതൊക്കെ കുടിക്കുമ്പോ മാറും കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അടുത്ത് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നോ? ഭയങ്കര കൊഞ്ചിപ്പാറു. നീ ഇവിടെ പോയപ്പോ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ? ഞാൻ അവസാനം പൂജാമുറി കയറി പ്രാർത്ഥനയായിരുന്നു. അയ്യോ, പ്രാർത്ഥിച്ചാ? എന്ത് പ്രാർത്ഥിച്ചാ? ഓടി എന്തോന്നു ഇത്? മാറല്ലേ ഫീൽ ചെയ്താ? എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോഴല്ലേ ചേച്ചിയുടെ സ്നേഹം അറിയാൻ പറ്റുള്ളൂ. അല്ലേലും അവൾക്ക് നല്ല സ്നേഹം കൊണ്ട്. തിരിച്ചു അതേപോലെ നിനക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ അവളല്ലേ ജീവൻ കൊണ്ട് പോണത് അല്ലേ? ഓ അയ്യോ വയ്യ. ഓ ഒരു കാര്യം ചെയ്യ്, ക്ഷീണിച്ചു. നിങ്ങളിരി ഞാനേ മക്കൾ കഞ്ഞി ഉണ്ടായിക്കൊണ്ടുവരാം. അവിടെ നിന്ന് കൊണ്ടുവരാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. ഇപ്പൊ കൊണ്ടുവരാം. താങ്ക് യു. വെള്ളം കുടിക്കണേ. കഞ്ഞി ഉണ്ടാക്കി അടിച്ചു പോണു. ഒരു കാര്യം ചെയ്യും കൊടുക്കണേ അവർക്ക് ഇടയ്ക്കിടയ്ക്ക്. നീ എടുത്ത് കുടിക്കണം കേട്ടാ. ഞാൻ അമ്മ അച്ഛനെ ഹെൽപ്പ് ചെയ്തിട്ട് വരാം. നല്ല കാര്യങ്ങളൊക്കെ നടക്കും. ചേച്ചി നീ എൻ്റെ അടുത്ത് കുറച്ചു നേരം ഇരിക്കോ? എന്തുവാടി കിടന്ന് കൊഞ്ചുന്ന? ഇരിക്കോ? സ്നേഹം ഉണ്ടോ നോക്കട്ടെ. ഞാൻ അടുത്തിരുന്നിട്ട് നിനക്ക് എന്തിനാ? അതെ, അടുത്തിരുന്നിട്ടേ എനിക്ക് കുറച്ച് മസാജ് ചെയ്തിരുന്നല്ലോ. ഓ, കിട്ടിയ ഗ്യാപ്പിൽ നീ മുതലെടുക്കുകയാണല്ലേ വയ്യാന്നും പറഞ്ഞിട്ട്. മസാജ് തരുമോ? എനിക്ക് വയ്യ. വയ്യ. പ്ലീസ് ചേച്ചി, പ്ലീസ് 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 ചേച്ചി. നല്ല ചൂടുണ്ടല്ലോ നിനക്ക്. വയ്യാത്തോണ്ട് മാത്രം മസാജ് ചെയ്ത് തരാം. പതിയെ പതിയെ ഇവിടെ കിടന്നു. ഈ ബോയൊക്കെ അങ്ങ് മാറ്റും. അല്ല, ഇവിടെ ഇവിടെ കള്ളി. താങ്ക് യു. എവിടെ നിന്നൊരു മണിയടി ശബ്ദം കേട്ടെ? എത്ര സമയം? 11 മണിയാ. ചേച്ചി ചേച്ചി എവിടെ? അയ്യോ, എനിക്ക് ഗുളി കഴിക്കാൻ സമയം. ഗുളിയെല്ലാം മരുന്ന് കഴിക്കാൻ സമയം ഇല്ല, ബോധമില്ല. അയ്യോ, അയ്യോ, എവിടെ നിന്നെന്തോ ശബ്ദം കേട്ട തോന്നിയിരിക്കും. വീണ്ടും ശബ്ദം കേട്ടെ. സമയം എത്ര? 12 മണിയാ. തോന്നിയായിരിക്കോ? ഇല്ലോ. സമയം സമയം
ഒരു മണി. പിങ്കി ഡാ ഡാ എണീക്ക്. ദാ ചായ കുടിക്ക്. വാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വാ. അയ്യോ, കുടിക്ക്. താങ്ക് യു. ഇപ്പൊ ഓക്കെ ആയോ നീ? പോരാം. പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. കുടി കുടി കുടി. കണ്ണുണ്ടൂടെ എനിക്ക്? കണ്ണാടി പോയി. അതെ, നീ മരുന്ന് സമയത്ത് കഴിച്ചോ ഇന്നലെ അലാറം വെച്ചിട്ട്? ഞാനാണെങ്കിലേ കിടന്ന പാടെ അങ്ങ് ഉറങ്ങിപ്പോയി. എനിക്ക് ഒരു ബോധം ഉണ്ടായിരുന്നില്ല. അതെനിക്ക് തോന്നി. ചേച്ചി, എനിക്കൊരു കാര്യം പറയണ്ടേ. എന്താടി? എനിക്ക് സത്യം പറഞ്ഞ അലാറം വെക്കാൻ മറന്നുപോയി. ഞാനങ്ങ് എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പൊ ഞാൻ എന്തത് കിടന്നങ്ങ് ഉറങ്ങി. ഇപ്പൊ നീ മരുന്നൊന്നും സമയത്ത് കഴിച്ചില്ല അല്ലേ? ഞാൻ മരുന്ന് കഴിച്ച് പറയണേക്ക്. ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങിയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്തു, എന്റെ ചെവിയിൽ ഇന്ന് എന്തൊരു മണിയടി ശബ്ദം ഞാൻ കേട്ട്. അപ്പൊ ഞാൻ എണീറ്റിട്ട് മൊബൈലിൽ നോക്കിയപ്പോ സമയം 11 മണി. ഞാൻ ഇത് അങ്ങോട്ട് ചുറ്റുമൊക്കെ നോക്കിയപ്പോ അവിടെ ആരും ഇല്ല, മണിയൊന്നും കണ്ടില്ല. ഇതൊന്നും പറഞ്ഞ് ആലോചിച്ചോണ്ടൊന്ന് നിന്നെ നോക്കിയപ്പോ നീ നല്ല സുഖം ഉറക്കം. ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും മരുന്ന് കഴിക്കാനുള്ള ടൈമായി 11 മണിക്ക്. അപ്പൊ ഞാൻ എണീച്ച് മരുന്നും കുടിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. അങ്ങനെ ഉറങ്ങി വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഈ ശബ്ദം കേട്ട്. എണീറ്റ് നോക്കിയപ്പോൾ 12 മണി. കൃത്യം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ശബ്ദം. അങ്ങനെ ഞാൻ എണീറ്റ് വീണ്ടും നിന്നെ നോക്കി. നീ നല്ല സുഖം ഉറക്കം, നീ എണീറ്റിട്ടേ ഇല്ല. എല്ലായിടത്തും നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. ഇതെന്തോന്ന് പറഞ്ഞിരുന്നപ്പം വീണ്ടും ഞാൻ വിചാരിച്ചു മരുന്ന് കുടിക്കാൻ സമയമായില്ലെന്ന് പറഞ്ഞ് വീണ്ടും മരുന്ന് കുടിച്ചിട്ട് ഞാൻ കിടന്ന് വീണ്ടും നോക്കിയപ്പോഴേക്കും വീണ്ടും ഈ ശബ്ദം എൻ്റെ ചെവിയിൽ. അങ്ങനെ ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ എന്ത് ചെയ്തു, 1 മണി. 1 മണിക്കൂർ കഴിയുമ്പോൾ ഈ ശബ്ദം. പിന്നെ ഞാൻ വീണ്ടും മരുന്ന് കുടിച്ചിട്ട് കിടന്ന്. നീ എണീറ്റും ഇല്ല. എനിക്ക് തോന്നിയെന്നാണ് തോന്നണേ. നിനക്ക് തോന്നിയതായിരിക്കും, പിന്നെ അല്ലാതെ. എത്ര ഉറക്കത്തിലായിരുന്നാലും മണിയണിയുടെ ഒക്കെ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ഞാൻ എണീക്കൂലേ? ഞാനൊരു ശബ്ദവും കേട്ടില്ലല്ലോ. പക്ഷെ നേടി ഞാൻ നല്ല വ്യക്തമായിട്ട് കേട്ടടി. അപ്പൊ പിന്നെ വല്ല മാജിക് മണിയായിരിക്കും. 1 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് മണി കഴിക്കണമെങ്കിൽ മാജിക് മണിയായിരിക്കും. മാജിക് മണിയോ? അല്ലാതെ പിന്നെ ഞാൻ എന്തു പറയാൻ? എടി, നീ എല്ലാം കൂടി നിനക്ക് ചെവിയൊക്കെ അടഞ്ഞ് എന്തെങ്കിലും കാറ്റ് പോയതായിരിക്കും. അതായിരിക്കും നീ ഇങ്ങനെ ഓരോ ശബ്ദം കേൾക്കുന്ന പോലെയൊക്കെ തോന്നി. അല്ല ചേച്ചി, മാജിക് മണിയാണെന്നാണ് തോന്നുന്നത്. അതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ 1 മണിക്കൂർ കിട്ടുമ്പം അങ്ങനെ ശബ്ദം കേൾക്കണ എങ്ങനെ? എന്തായാലും അതുള്ളതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് മരുന്ന് കുടിച്ചു. എന്നാലും ഞാൻ കേൾക്കാത്ത മാജിക് മണി നീ കേട്ടില്ല? അതാണ് മാജിക് മണി. നീ മരുന്ന് കുടിച്ചല്ലോ. മരുന്ന് കുടിച്ചു. എടി വാ, നമുക്കിത് അമ്മയടുത്ത് പറയാം. വാ, അമ്മയടുത്ത് പറയാം. നീ ചായ കുടി. മതി. മതിയാ? അത് മതി. വെച്ചോ. ബാ. മതിയെ. ഇവിടെ ഉണ്ട്. അമ്മ, നീ മേടിച്ചാ? ഓ, എങ്ങനെയുണ്ട് ആരോഗ്യം? കുഴപ്പമില്ല. കുറഞ്ഞു. രാത്രി മരുന്ന് മൊത്തം കുടിച്ചായിരുന്നോ? കുടിച്ച്. കാണാണ്ട് സ്മാർട്ടായി. അതെ, മാജിക് മണി ഉള്ളതുകൊണ്ടേ ഓരോ മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് അവൾ കറക്റ്റ് ആയിട്ട് കുടിച്ചു. മാജിക് മണിയാ? അമ്മ, ഞാൻ രാത്രി കിടന്നുറങ്ങിയപ്പോഴേ ഞാൻ എന്തോ ഒരു മണിയടിയുടെ ശബ്ദം കേട്ട്. അങ്ങനെ 11 മണി, 12 മണി, 1 മണി, അങ്ങനെ ഓരോ മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് മണിയടിയുടെ ശബ്ദം ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചാടി എണീച്ച് ഇവിടെ നോക്കിയപ്പോ ഇപ്പൊ ഒരു അനക്കമില്ല. ഞാൻ ചുറ്റും നോക്കിയിട്ട് ആരെയും കണ്ടില്ല. കേട്ടില്ല. നീ കേട്ടില്ല? ഇല്ല, മാത്രമേ കേട്ടുള്ളൂ. ഞാൻ മാത്രമേ കേട്ടുള്ളൂ അമ്മ. അതുകൊണ്ടാണ് ഞാൻ മരുന്ന് കുടിച്ചത്. ആണല്ലേ? എല്ലാവരും മരുന്ന് കുടിക്കൂലായിരുന്നല്ലേ? ഇല്ല. അതേത് മണി? മാജിക് മണിയാണമ്മ. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. മാജിക് മണി ബാധ വല്ലതാണോ? എനിക്കറിഞ്ഞൂടാ. കണ്ടുപിടിക്കണമല്ലോ അത് അല്ലേ? കണ്ടുപിടിക്കണ്ടേ? പിന്നെ കണ്ടുപിടിക്കണ്ടേ? എനിക്ക് ആഗ്രഹമുണ്ടോ കണ്ടുപിടിക്കണമെന്ന്? അറിയണോ? അമ്മയ്ക്ക് അറിയോ?
അമ്മ അറിയണോ? അറിയണം. അല്ലേ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ പാടില്ല. ആ മണി എന്താണ് എന്ന് ഞാനിങ്ങനെ ഗണിച്ചു പറയട്ടെ. പറ അമ്മ. ഗണിച്ച് പറയുന്നില്ല, ഞാൻ കാണിച്ചു തരാം. വാ വാ. എവിടെ? ഈ റൂമിലുണ്ട് മണിയുടെ സ്വിച്ച്. അമ്മ ഇവിടെയാണോ മണിയുടെ സ്വിച്ച്? ഇവിടെയാണോ? ഇതല്ല, പിന്നെ ഇത്. അച്ഛനോ? തോന്നുന്നു. അതെ, എല്ലാ മണിക്കൂറും ഇടവിട്ട് അലാം വെച്ചിട്ട് ആ അലാം കേൾക്കുമ്പോ അച്ഛൻ ഈ മണിയും കൊണ്ട് അവിടെ വന്ന് മണി അടിക്കും. അത് കേട്ടാണ് നീ എണിച്ച് മരുന്ന് കുടിച്ചത്. എന്നിട്ട് അച്ഛൻ വീണ്ടും വന്ന് കിടന്നുറങ്ങും. അയ്യേ, അതിന്റെ ആവശ്യം എന്തോന്ന്? അന്ന് വിളിച്ചാ പോരെ അച്ഛന്? അയ്യോ, വിളിച്ചോടനെ എണിക്കണം. മക്കള് രണ്ടെണ്ണോ ആന കുത്തിയ പോലെ എണിക്കൂല, രണ്ടെണ്ണോ. അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു വെറൈറ്റി ഉള്ള ശബ്ദം കേൾക്കുമ്പോ എണിക്കല്ലോ എന്ന് കരുതിയാണ് അച്ഛൻ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടത്. മനസ്സിലായ? ഞാൻ എണീറ്റില്ലല്ലോ. അതാ നീ എന്താ എണീറ്റത്? ഉറങ്ങുന്നവരെ എണിക്കാൻ പറ്റുള്ളൂ, ബോധം കെട്ട് കിടക്കുന്നവരെ എണിപ്പിക്കാൻ പറ്റില്ല. എങ്കിലേ നമുക്ക് ഈ മാജിക് പണിയെ ഒന്ന് വിളിച്ചുണർത്തിയാലോ? മാജിക് ബെൽ എണീച്ച മണി മണി മണി